ഭരതൻ്റെ പാതുക പൂജ എന്ന കഥയാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് സഹോദരങ്ങൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും സ്വത്തുക്കൾക്ക് വേണ്ടിയും പല കാര്യങ്ങൾക്കായിട്ടും കലഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കഥ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന വിശ്വാസത്തോടെ ഈ കഥ പറയുന്നു. അയോധ്യയുടെ രാജവട്ടം ഭരതനെ തേടിയെത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. എന്നാൽ തൻ്റെ ജ്യേഷ്ഠൻ രാമൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ താൻ ഇരിക്കാൻ തയ്യാറല്ല എന്ന് ഭരതൻ തീരുമാനിക്കുന്നു. രാമനെ കണ്ട് കാര്യമറിയിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നു ഭരതൻ. അവിടെ പോയി രാമനോട് അപേക്ഷിച്ചിരിക്കെ പിതൃവാക്യത്തെ ലംഘിക്കുകയില്ല എന്ന് രാമൻ പറയുന്നു. ഒടുവിൽ രാമൻ്റെ മെതിയേണ്ടി അഥവാ പാതുകങ്ങൾ വാങ്ങി തലയിലേക്ക് ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി. ആ പാതുകങ്ങളെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഒരു സന്യാസിയത്തെ പോലെ 14 വർഷം അദ്ദേഹം രാജ്യം ഭരിച്ചു രാമന് വേണ്ടി. രാമൻ വരുന്നതുവരെ താൻ ആ സിംഹാസനത്തിൽ ഇരിക്കില്ല എന്ന ഭരതൻ്റെ തീരുമാനം സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടേതല്ലാത്ത ഒന്നിനോടും ആഗ്രഹം പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ ധർമ്മം എന്ന സത്യം നമുക്ക് ഈ കഥയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ.